പാകിസ്ഥാനിൽ സുരക്ഷാ സേനയും വിമത ഗ്രൂപ്പുകളും തമ്മിൽ പോരാട്ടം തുടരുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വീണ്ടും ആക്രമണമുണ്ടായ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പ്രവിശ്യയുടെ തലസ്ഥാനമായ ക്വച്ചയിൽ സൈനികർ സഞ്ചരിച്ച ട്രെയിനിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 29 പേർ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ 8ഓടെ ചമൻ ഫട്ടക് റെയിൽവേ ക്രോസിംഗിന് സമീപമായിരുന്നു സംഭവം. സ്ഫോടന വസ്തുക്കൾ ഘടിപ്പിച്ച കാർ ട്രെയിനിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഏറ്റെടുത്തിട്ടുണ്ട്. ക്വച്ച മിലിറ്ററി കന്റോൺമെന്റിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥരെയും കുടുംബാംഗങ്ങളെയും വഹിച്ച് കൊച്ചയിലെ പ്രധാന സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു ട്രെയിൻ. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ്. മരണസംഖ്യ ഉയർന്നേക്കും. ട്രെയിനിൽ 336 പേരുണ്ടായിരുന്നെന്നാണ് വിവരം. ആരെയെങ്കിലും കാണാതായോ എന്ന് വ്യക്തമല്ല. ഈദാഘോഷങ്ങൾക്കായി നാട്ടിലേക്ക് മടങ്ങിയവരാണ് ഏറെയും. തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ അകലെയായിരുന്നു സ്ഫോടനം. ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് ട്രെയിനിന്റെ 2 ബോഗികൾ തലകീഴായി മറിഞ്ഞ് തീപിടിക്കുകയായിരുന്നു. സ്ഫോടനം നടന്ന സ്ഥലത്തിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ചില വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി AFP റിപ്പോർട്ട് ചെയ്തു. സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായും കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ബലൂചിസ്ഥാൻ പലപ്പോഴും അസ്വസ്ഥതകളുടെ ഒരു കേന്ദ്രമാണ്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള ഗ്രൂപ്പുകൾ പാക് സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നു. 1 വർഷം മുമ്പ് പെഷാവാറിലെ പോവുകയായിരുന്ന 400 യാത്രക്കാർ സഞ്ചരിച്ച ട്രെയിൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഭീകരവാദികൾ റാഞ്ചിയിരുന്നു. BLA ഈ റാഞ്ചലിന്റെ ഉത്തരവാദിത്തം അന്ന് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഉൾപ്പെടെ 33 ഭീകരരെ പാക് സൈന്യം വധിക്കുകയും യാത്രക്കാരെ രക്ഷിക്കുകയും ചെയ്തു. 2025 ഒക്ടോബറിൽ സിന്ധ് പ്രവിശ്യയിൽ ജാഫർ എക്സ്പ്രസിന്റെ നിരവധി കോച്ചുകൾ സ്ഫോടനത്തെ തുടർന്ന് പാളം തെറ്റി നിരവധി യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാന്റെ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ മോചനം ആവശ്യപ്പെടുന്ന സംഘടനയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അഥവാ BLA. പാകിസ്ഥാന്റെയും ഇറാന്റെയും അതിർത്തിയിലാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ. ഇരു രാജ്യങ്ങളിലുമായി 1 കോടിയോളം ബലൂജികൾ ഉണ്ടെന്നാണ് കണക്കുകൾ. പാകിസ്ഥാനിൽ ബലൂജികൾ കൂട്ടത്തോടെ അധിവസിക്കുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. മാരി, ബഗ്തി, മെങ്കൽ ഗോത്രങ്ങളുടെ പിതൃഭൂമിയാണത്. പാകിസ്ഥാന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 3/2 ബലൂചിസ്ഥാൻ. എന്നാൽ ജനസംഖ്യയുടെ 5% മാത്രമാണ് ഇവിടെയുള്ളത്. പ്രകൃതിവാതക നിക്ഷേപം, ഇരുമ്പ്, സൾഫർ, കൽക്കരി, മാർബിൾ തുടങ്ങിയ ധാതുക്കൾ കൊണ്ട് സമ്പന്നമാണ് ഈ മേഖല. പക്ഷേ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണ് ബലൂചിസ്ഥാൻ. അതുതന്നെയാണ് പ്രധാന പ്രശ്നവും. മേഖലയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്ന പാക് സർക്കാർ ബലൂച്ച് ജനതയെ അവഗണിക്കുകയാണെന്ന ആരോപണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. BLAയിലൂടെ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രതിഷേധത്തിന് കാരണവും ഇത് തന്നെയാണ്. 2004 ആക്രമണങ്ങൾക്ക് BLA തുടക്കമിടുന്നത്. പ്രവിശ്യയിലെ ബലൂജികളല്ലാത്ത ന്യൂനപക്ഷത്തിന് നേരെയായിരുന്നു ആക്രമണം. 2006 പർവേസ് മുഷറഫിന്റെ സന്ദർശനത്തിനിടെ പ്രവിശ്യയിലെ കൊഹ്ലു ജില്ലയിലെ പാരാമിലിറ്ററി ക്യാമ്പിനു നേരെ റോക്കറ്റ് ആക്രമണം നടത്തി. 2007 ബലൂച്ച് നേതാവ് നവാബ് അക്ബർ മുഗ്ദിയെ സൈന്യം വെടിവെച്ചു കൊന്നത് BLAയുടെ രോക്ഷം ഇരട്ടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ പെട്രോളിംഗ് വാഹനങ്ങളും ക്യാമ്പുകളും നിരന്തരം ആക്രമിക്കപ്പെട്ടു. 2009 പ്രവിശ്യയിലെ പഞ്ചാബ് നിവാസികൾക്കെതിരായിരുന്നു BLA ആക്രമണം. 500ഓളം പേരാണ് അന്ന് കൊല്ലപ്പെട്ടത്. പഷ്തൂൺ, സിന്ധി, പഞ്ചാബി ന്യൂനപക്ഷ ജനത പലപ്പോഴും ആക്രമണങ്ങൾക്കിരയായി. 2010 പ്രവിശ്യയിലെ സ്കൂളുകളെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആക്രമിച്ചു. സ്കൂളുകളിൽ ബലൂച്ച് ഗാനം ചൊല്ലാൻ വിസമ്മതിച്ചതായിരുന്നു ആ പ്രകോപനത്തിന് കാരണം. ചെറുതും വലുതുമായ ആക്രമണങ്ങളിലൂടെ BLA പാകിസ്ഥാനെ നിരന്തരം ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുമാണ്. കഴിഞ്ഞ വർഷം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ വിദേശ ഭീകര സംഘടനയായി US പ്രഖ്യാപിച്ചിരുന്നു. ദി മജീദ് ബ്രിഗേഡ് എന്ന പേരിലും അറിയപ്പെടുന്ന BLAയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി പോരാടുന്ന സംഘടനയാണ് BLA. 2019 US BLAയെ സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 6 വർഷത്തിനു ശേഷം വിദേശ ഭീകര സംഘടനയായും പ്രഖ്യാപിച്ചത്. 2024 കറാച്ചിയിലെ വിമാനത്താവളത്തിൽ ഗ്വാദാർ തുറമുഖ അതോറിറ്റി സമുച്ചയത്തിന് സമീപമുള്ള ചാവേർ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം BLA ഏറ്റെടുത്തിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ നടപടിയും വന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.